നാടുണർത്തിടുവാൻ സൗഹൃദത്തണലത്ത് ചേർന്നിരിക്കാം. വരികയെ വഴിയിലൂടൊന്നിച്ചു പോയിടാം, വരവേൽപ്പിനായി മനം നൽകുന്നിതാ. വരികയെ വഴിയിലൂടൊന്നിച്ചു പോയിടാം, വരവേൽപ്പിനായി മനം നൽകുന്നിതാ. സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നിതാ, സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നിതാ. നമ്മുടെ സാമൂഹ്യ നിലനിൽപ്പിന് ഒരു ന്യായം ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ ആ ന്യായം ഈ സമൂഹത്തിന് നമ്മെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വ്യക്തികളാവുക, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങളാവുക, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പ്രസ്ഥാനങ്ങളായി മാറുക എന്നത് ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് കടപ്പാടുകളുടെ പൂർത്തീകരണത്തിന്റെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യ നിർവഹണമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് എൻ്റെ മാതാപിതാക്കളോടുള്ള, എൻ്റെ ഗുരുജനങ്ങളോടുള്ള, എൻ്റെ അയൽക്കാരോടുള്ള, എൻ്റെ ചുറ്റുപാടും അധിവസിക്കുന്ന ജനവിഭാഗങ്ങളോടുള്ള, അവരേത് മതവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, ഇങ്ങനെ വൈവിധ്യമാർന്ന സമൂഹത്തോടുള്ള ബാധ്യതാ നിർവഹണം കൂടിയാണ്, കടപ്പാടുകളുടെ പൂർത്തീകരണം കൂടിയാണ് എന്റെ ജന്മനിയോഗം എന്നിടത്ത് നിന്നാണ് നമ്മുടെ കർമ്മപഥത്തെ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള കടപ്പാടിന്റെ പൂർത്തീകരണമാണ്, അങ്ങനെയുള്ള സാമൂഹ്യ ബാധ്യതയുടെ പൂർത്തീകരണമാണ്, അങ്ങനെയുള്ള ജന്മനിയോഗത്തിന്റെ നിറവേറ്റലാണ് ഇവിടെ ഉയർന്നു പൊങ്ങിയിരിക്കുന്ന, വളരെ സൗന്ദര്യത്തോടുകൂടി ഉയർത്തിയിരിക്കുന്ന ഈ മൈത്രി സെന്റർ എന്ന സാന്ദർഭികമായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ ഉണ്ട്, അതുപോലെ തന്നെ പരിസരഹിത നിധി എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അതേപോലെ തന്നെ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഏത് മനുഷ്യനും അനിവാര്യമായ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരുപാട് സർവീസ് മേഖലകളാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നാളിതുവരെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും സംവിധാനങ്ങളുടെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും പ്രൊഫഷണലായ ഒരു തുടർച്ചക്കാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നാന്ദി കുറിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ടാവും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മുടെയൊക്കെ ജീവിതം ഒരു ഉത്സവമാണ്. വളരെ ആഘോഷത്തോടു കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉത്സവത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ജീവിതോത്സവങ്ങൾക്കിടയിൽ പലപ്പോഴും അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയുണ്ട് നമ്മുടെ ചുറ്റും. പലപ്പോഴും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാത്ത ജനങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ആവശ്യത്തിനുള്ള ചികിത്സ കിട്ടാത്തവർ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മരുന്ന് ലഭിക്കാത്തവർ, ആവശ്യത്തിന് ആഹാരം ലഭിക്കാത്തവർ, പെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞ് പലപ്പോഴും വലിയ വെയിലേറ്റുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നും രക്ഷ നേടാൻ ഒരു മേൽക്കൂര പോലും ലഭിക്കാത്തവർ, ഇങ്ങനെ അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ട ഒരുപാട് ജനത നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ജനതയെ കൂടി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത് എന്ന വിദ്യാഭ്യാസം നമ്മുടെ എല്ലാം ദർശനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ഓട്ടത്തിന്റെ ഇടയിൽ, നമ്മുടെ മത്സരയോട്ടത്തിനിടയിൽ, ജീവിക്കാനുള്ള സമ്പാദ്യത്തിന് വേണ്ടിയുള്ള മത്സരയോട്ടത്തിനിടയിൽ ഓടാൻ കഴിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഓടിത്തളർന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഓടുന്നതിനിടയ്ക്ക് കാൽവഴുതി വീണവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഓടാനാവുക എന്നതാണ് മനുഷ്യധർമ്മം എന്ന മതങ്ങളും ദർശനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒഴിവുള്ള സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ കൂടെ സന്ദർശിക്കുക. നിങ്ങൾ കാണാത്ത ഒരു ജീവിതം, നിങ്ങൾ അനുഭവിക്കാത്ത ഒരു ജീവിതം ആ യൂണിറ്റിന്റെ കൂടെ വീട് വിടാന്തരം കയറുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരും. ജീവിതത്തിന്റെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ കാൽവഴുതി വീണവരാണ്, അടിതെറ്റിപ്പോയവരാണ്, ആക്സിഡന്റ് പറ്റിയവരാണ്, സ്ട്രോക്ക് വന്നവരാണ്. പക്ഷേ അതോടുകൂടി 4 ചുമരുകൾക്കകത്തേക്ക് ഇരുട്ടിലേക്ക് തള്ളപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ കഴിയും. ആയിരക്കണക്കിന് ആളുകളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, അവർക്ക് പ്രതീക്ഷയുടെ നാളം നൽകാൻ, അവർക്ക് ആത്മവിശ്വാസത്തെ നൽകാൻ, അവർക്ക് ആത്മാഭിമാനത്തോടുകൂടി സാമൂഹ്യ ജീവിതത്തിന്റെ താളത്തിനൊത്ത് നമ്മോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ, അവിടെയാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൈത്രി സെന്റർ അത്തരക്കാരെ ചേർത്ത് പിടിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി തീരണമെന്നാണ് ഇതിന്റെ സംഘാടകർ ആഗ്രഹിക്കുന്നത്.
ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്വകാര്യ ഇടപാടിലൂടെ മാത്രം ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മോക്ഷം ലഭിക്കുക സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ അടിയാറുകളായ മനുഷ്യരുണ്ട്. നമ്മളെല്ലാം ഒന്നിൽ നിന്ന് വന്നവരാണ്. നമ്മൾ വ്യത്യസ്ത കൈവഴികളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഏത് കൈവഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരും സർവേശ്വരന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അടിയാറുകളായ സൃഷ്ടികളായ മനുഷ്യരുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെതായ മോക്ഷത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുക എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരാധനാലയങ്ങളിൽ മാത്രമല്ല ദൈവമുള്ളത്, ആതുരാലയങ്ങളിലും ദൈവമുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശക്കുന്നവനോടൊപ്പം ദൈവമുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും അക്ഷരം അഭ്യാസിക്കാൻ കഴിയാത്തവനോടൊപ്പം ദൈവമുണ്ട്. അടിച്ചമർത്തപ്പെട്ടവനോടൊപ്പം ദൈവമുണ്ട്. അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുന്നവനോടൊപ്പം ദൈവമുണ്ട്. നമ്മൾ അവരോടൊപ്പം നിന്നാൽ നാം ദൈവത്തോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതല്ലാത്ത ജീവിതം നിരർത്ഥകമാണ്. അങ്ങനെയുള്ള നിരർത്ഥകമായ ജീവിതത്തിന്റെ അന്ത്യം വളരെ ദുരന്തമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറയുക, ഇത് സ്നേഹത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഈ പ്രദേശത്തെ വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്തുന്ന സുപ്രധാനമായ കണ്ണിയായി വർത്തിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു സൗധമായിട്ടാണ് ഈ പ്രദേശത്ത് നിലനിൽക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് എൻ്റെ ആഗ്രഹവും അതുപോലെ തന്നെ താല്പര്യവും പങ്കുവെച്ചുകൊണ്ട് ഈ സുന്ദരമായ സൗധം സമകാലിക വെല്ലുവിളികളെ നേരിടുന്നിടത്ത് ഈ പ്രദേശത്ത് സ്നേഹത്തിന്റെ തുരുത്തായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. മുജീബ് റഹ്മാൻ അവർ സൂചിപ്പിച്ചതുപോലെ ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഈ കാലം ഇത്തരം സംരംഭങ്ങളെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാലമാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും സംശയത്തിന്റെയും ഒക്കെ ഒരു സംസ്കാരം നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കാലത്ത് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണലിംഗ ഭേദങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ അപരന്മാരായി കാണുവാനും അങ്ങനെയുള്ളവരെ വെറുക്കുവാനും സംശയിക്കുവാനും പകയ്ക്കുവാനും ഒക്കെ അറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു കാലത്ത് വിദ്വേഷത്തിന്റെ അങ്ങാടി ചടുലമായിരിക്കുന്ന ഒരു കാലത്ത് മൈത്രിയുടെ മാടക്കടകൾ, സ്നേഹത്തിന്റെ കടകൾ തുറക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. അങ്ങനെ സ്നേഹത്തിന്റെയും മൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും ഒരു കട തുറക്കലാണ് ഇന്നിവിടെ കങ്ങഴയിൽ നടന്നിരിക്കുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി മനസ്സ് തുറന്ന് ഹൃദയപൂർവം മൈത്രിയുടെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. മറ്റാരുമില്ലെങ്കിലും ഞങ്ങളുണ്ട് എന്ന് ഉറക്കെ പറയുന്ന, ആര് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിഭാഗീയതയുടെ ഒരു സംസ്കാരം വളർത്താൻ ശ്രമിക്കുന്നു അവർക്കെതിരെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സഹവർത്തിത്വത്തിന്റെ സന്ദേശമായി ഞങ്ങളിതാ കടന്നു വരുന്നു എന്ന് ഒരു മിന്നാമിനിങ്ങിനെ പോലെ വെളിച്ചവുമായി കടന്നു വരുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് ഞാൻ ഈ മൈത്രി സെന്ററിനെ കാണുന്നതും ഈ ഹാർമണി സെന്ററിനെ കാണുന്നതും. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള ചിന്തകൾ സമൂഹത്തിൽ ശക്തിപ്പെടേണ്ടതിന്റെ അനിവാര്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ അസ്ഹർ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കാലമായിട്ട് വളരെയേറെ നല്ല നിലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തുമൊക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എത്രമാത്രം ലഭ്യമായി എന്നുള്ളതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു സാക്ഷ്യപത്രം ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് നമ്മളിത് വളരെയേറെ കാണുകയും അവരുടെ നല്ല ഇടപെടൽ, ഒരു വളരെ കൂട്ടായ്മ നന്നായി രൂപപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇന്നും കങ്ങഴയിലെ സാധാരണക്കാരുടെയൊക്കെ മനസ്സിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുന്നൊരു കാര്യം, നമ്മുടെ ഈ കനിവ് പാലിയേറ്റീവ് സെൻ്ററിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ഉദ്ഘാടകരായിട്ടന്ന്
കടന്നു വരാൻ കഴിഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ പാലിയേറ്റീവ് കെയർ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്രദ്ധാർഹമായ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് പാലിയേറ്റീവ് കെയർ രംഗത്ത്. കനിവ് എന്ന പേര് അർത്ഥത്തിൽ, ആ പേരിനെ അക്ഷരാർത്ഥത്തിൽ അർത്ഥസമ്പൂർണമാക്കിക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ദൈവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ തന്നെ ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റിയെടുക്കാനായിട്ട് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മൈത്രി സെൻറ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽപ്പെട്ട ആളുകൾ, എല്ലാ സമൂഹത്തിലും പെട്ട ആളുകൾ, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ഒത്തുചേരാനായിട്ടുള്ള ഇടമായി അവരുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അതിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് ആശാവഹമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തികമായ സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മുൻപോട്ടുള്ള യാത്രയ്ക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻ നൽകാൻ കഴിയുന്ന തരത്തിൽ, അങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഇൻക്ലൂസീവായ സർവാതലസ്പർശിയായ പ്രവർത്തന മേഖലകളിലേക്ക് യഥാർത്ഥത്തിൽ ഈ മൈത്രിയുടെ പ്രവർത്തനങ്ങൾ എത്തുകയാണ്. മൈത്രി എന്ന പേര് തന്നെ വളരെ കൃത്യമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. മൈത്രി ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ, സമന്വയത്തിൻ്റെ അല്ലെങ്കിൽ മമതയുടെ, പാരസ്പര്യത്തിൻ്റെ ഒക്കെ തന്നെ അർത്ഥത്തെ പൂർണ്ണമായി തന്നെ രൂപപ്പെടുത്തുന്നതാണ്. അപ്പം മൈത്രി സംഗമം യഥാർത്ഥത്തിൽ വിവിധ സമൂഹങ്ങൾ തമ്മിലുള്ള, വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും മൈത്രി സംഗമത്തിൻ്റെ വേദിയായി നാളുകളിൽ മൈത്രിയെ മാറ്റിയെടുക്കുക എന്നുള്ള വലിയ പ്രഖ്യാപിതമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ പ്രവർത്തിക്കാൻ അവരുടെ പ്രവർത്തന മേഖല. നമ്മളിപ്പം ഇവിടെ ഉദ്ഘാടന വേളയിലൂടെ നിൽക്കുമ്പോൾ ഇത്തരം ഒരു സെൻറ്ററിൻ്റെ തുടക്കത്തിന് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ആസ്ഥാനം നമ്മളിവിടെ ഇന്ന് ഔപചാരികമായി തുറക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഔപചാരികമായ ചടങ്ങായി മാറുമ്പോൾ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി, കുറേ കാലങ്ങളായി കങ്ങയുടെ ജനമനസ്സുകളിൽ കങ്ങയുടെ നന്മയുടെ എല്ലാ വിളനിലങ്ങളിലും യഥാർത്ഥത്തിൽ പല തലങ്ങളിലുള്ള പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അൽ അസ്ഹർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞൊരു കാര്യം. ഏറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് രാജ്യം കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഏവർക്കും മാതൃകാപരമായി നിർമ്മിക്കപ്പെട്ട ഈ മൈത്രി സെൻറ്റർ നമ്മുടെ കങ്ങഴ ഗ്രാമപഞ്ചായത്തിന് ഒരു പൊൻതൂവലായി മാറുന്നു എന്നുള്ളത് അഭിമാനകരമായ നിമിഷത്തിൽ നിൽക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായും ഈ ഒരു സായാഹ്നം കങ്ങഴ എന്നും ഓർമ്മിക്കപ്പെടുന്നതായിരിക്കും. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കോവിഡാനന്തരം, കോവിഡ് കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും ജാതി മത ചിന്തകൾക്കതീതമായി സമസ്ത മേഖലയിൽ ആര് സഹായം ആവശ്യപ്പെടുന്നു അവിടെ ഓടിയെത്തുന്ന ഇതിൻ്റെ പ്രവർത്തകരെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിവരില്ല. വാർഡിൻ്റെ സ്ഥിര കേന്ദ്രമായ ഈ മണിമല റോഡിന് അഭിമുഖമായി നിൽക്കുന്ന ഈ മഹനീയമായ കെട്ടിടം, അതിൻ്റെ കെട്ടിടത്തിൻ്റെ മനോഹരതയേക്കാൾ കൂടുതൽ അവരുടെ പ്രവൃത്തിക്കാണ് മനോഹരത. അത് ദൈവം നിയോഗിക്കപ്പെട്ട ഒരു ദൗത്യമാണ് ഈ സഹോദരങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. ഈ മൈത്രി സെന്ററിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ വിവിധ സെന്ററുകളാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കങ്ങഴയെ സംബന്ധിച്ചിടത്തോളം കങ്ങഴയിൽ സാധാരണപ്പെട്ട ആളുകൾ അവർക്ക് കണ്ണും കാതുമായി നാളെ മാറുവാൻ പോകുന്ന ഒരു സെന്ററാണ് നമുക്ക് മുന്നിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും അതിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട്